വെൽ മൂവിങ് ഓൺ, നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ലൂസിഫർ മുതൽ, അല്ലെങ്കിൽ ലൂസിഫറിലെ തിരക്കഥ മുതൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിൻ്റെ ഒരു തിരക്കഥയുടെ ഒരു ഭാഷയാണ്, അതിൻ്റെ ഒരു റൈറ്റിംഗ് ആണ്. ആ റൈറ്റർ എത്ര പോളിഷ്ഡ് ആയിട്ടാണ് ഒരു സ്റ്റൈലിഷ് ആയിട്ടൊരു സിനിമ നമ്മളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്തത്. നമുക്ക് ഒരിക്കൽ കൂടി ഞാൻ വേദിയിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ മുരളി ഗോപി, മുരളിച്ചേട്ടനെ വേദിയിലേക്ക്. ആ എമ്പുരാൻ്റെ ഒരു ജേർണി, അതോടൊപ്പം തന്നെ എല്ലാവരുടെ മനസ്സിൽ പല പല ക്വസ്റ്റ്യൻസ് സോഷ്യൽ മീഡിയ എല്ലാ ദിവസവും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈക്ക് ലൂസിഫർ, എംപുരാൻ, ഇസ് ഇറ്റ് എ ട്രയോളജി? അതിനൊക്കെ ശരിക്കും കുറേ ആൻസേഴ്സ് സോഷ്യൽ മീഡിയാസിലൊക്കെ ഞാൻ മുരളിച്ചേട്ടൻ്റെ ഈയിടയ്ക്ക് പറയുന്ന കുറച്ച് ബൈറ്റ്സും ഒക്കെ കണ്ടു. പക്ഷേ എങ്കിലും മുരളിച്ചേട്ടിൽ നിന്ന് എംപുരാൻ്റെ ആ ഒരു ജേർണി. ഞാൻ ഏറ്റവും കുറച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയമാണിത്. ഇത് ആസ് യു സെഡ്, ഇത് ട്രയോളജിയാണ്. പക്ഷേ ഇതൊരു സ്റ്റാൻഡ് ലോൺ എക്സ്പീരിയൻസ്, ഒരു സിനിമാറ്റിക് വ്യൂയിങ് എക്സ്പീരിയൻസ് കൂടെ തരും എന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇതൊരു 3 പാർട്ട് ഫ്രാഞ്ചൈസാണ്. അതിൻ്റെ മിഡ് പീസാണിത്. ദിസ് ഈസ് ഗോയിങ് ടു ബി ദ മിഡ് പീസ് ഓഫ് ദ സാൻഡ്വിച്ച്. സോ ഇതൊരു സീക്വലോ പ്രീക്വലോ എന്ന് പറയുന്നതിനേക്കാൾ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബട്ട് the dramatic and cinematic experience will be that of a standalone film. That much I have to say. Hope it is going to be a good experience. Anything else you would like to add, at this point of time? Absolutely nothing. And again, like all the people across the globe, because we have the print and visual media influencers from across the globe coming over here, watching Empuran. They're looking forward to Empuran. So it's like, Murali Gopi, particular character in this particular moment. Do you have any surprises, anything which you can share this particular moment? Absolutely not. How can I? ഏത് രീതിയിലൊക്കെ ഡെയിലി കൊടുത്തിട്ട് രക്ഷയില്ലല്ലോ. Thank you so much. A huge round of applause to Sri Murali Gopi. Thank you. Thank you.